ഹായ്, ഞാനിന്നലെ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമായപ്പോൾ എന്തെങ്കിലും ഒരു പുഴുക്കുണ്ടാക്കണമല്ലോ. ഞങ്ങൾക്കിവിടെ പുഴുക്ക് നിർബന്ധമാണ്. നിങ്ങൾക്കൊക്കെ നിർബന്ധമുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ പുഴുക്കുണ്ടാക്കാൻ നോക്കുമ്പോൾ കപ്പയുണ്ട്. കപ്പ പക്ഷേ എല്ലാവർക്കും അത്ര ഇഷ്ടമല്ല കേട്ടോ. അന്നേരം വിചാരിച്ചിരുന്നാൽ പിന്നെ കാച്ചിലുണ്ടായിരുന്നു പറിക്കാൻ. അങ്ങനെ കാച്ചിൽ പറിക്കാൻ വേണ്ടി ഞാനും അമ്മയും കൂടി പറമ്പിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കാച്ചിലെന്ന് പറഞ്ഞാൽ ഇത് വെള്ളക്കാച്ചിലാണ്. വെള്ളക്കാച്ചിലും ഉണ്ട്, നീലക്കാച്ചിലും ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ആളുകളുടെ വീട്ടിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മൾ അധികം വളമൊന്നും ചെയ്യണ്ടല്ലോ. എന്തിൻ്റെങ്കിലും ഒന്ന് മെരട്ട്, അതായത് എന്തിൻ്റെങ്കിലും ഒരു പ്ലാത്തൈൻ്റെയോ അങ്ങനെ മാത്തൈൻ്റെ അങ്ങ് മെരട്ട് ഇതിൻ്റെ ഒരു കഷ്ണം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും നല്ലോണം വലുതായി. നമ്മൾ വളമൊന്നും ചെയ്യേണ്ട. അത്യാവശ്യം കുറച്ച് വെണ്ണീരുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വലുതായി വരും ഇത്. എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ പുഴുക്കുണ്ടാക്കിയാൽ മതി. ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഇത് വലുതായി കഴിഞ്ഞാൽ ഇത് വള്ളി പടർന്നിട്ട് മരത്തിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇതിൻ്റെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് പുറത്തേക്ക് തൂങ്ങി നിൽക്കും. അപ്പം നമുക്ക് ഉറപ്പാണ് അതിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ട്. ചിലപ്പോൾ നമ്മളോട് മറന്നു പോകുമല്ലോ, ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഇത് വലുതായി വരിക. അപ്പോൾ ചിലപ്പോൾ എവിടെയാണ് കുഴിച്ചിട്ടത് പറമ്പിൽ എന്നുള്ള നമുക്ക് ഓർമ്മയില്ലെങ്കിൽ അത് പണി കിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ ഇത് പടർന്ന് ഇതിൻ്റെ വള്ളി പുറത്തേക്ക് തൂങ്ങിയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അത് കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ മിരട്ടായിരുന്നു നമ്മൾ കുഴിച്ചിട്ടെന്നുള്ളത്. അങ്ങനെ കുഴിച്ചിട്ടിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് വലിപ്പമൊന്നുമില്ല. വലിപ്പമുള്ളതെന്ന് കഴിഞ്ഞ സമ്മ പൊരിച്ചതാണ്. അത് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യമുള്ള വലിപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇതാണ്ടോ വിത്ത് കണ്ടില്ലേ നിങ്ങൾ? ഈ വിത്താണ് കേട്ടോ കുഴിച്ചിടുക. ഇത് തന്നെയാണ് നമ്മൾ വള്ളിയുമ്പോൾ കൂടെ താഴോട്ട് താണിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ വള്ളീൻ്റെ മുകളിൽ നമ്മളിങ്ങനത്തെ ഒന്നെടുത്ത് അത് കുഴിച്ചിടാന്ന് വെച്ചാൽ അപ്പോൾ അത് വെച്ച് ഞാനാട്ടോ കുഴിച്ചിടുന്നത്. അപ്പോൾ അത് മണ്ണിട്ട് നല്ലോണം മൂടി. അതിൻ്റെ മുകളിൽ വളമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ചാണകപ്പൊടിയും വെണ്ണീരൊക്കെ ഉള്ളവരാണെങ്കിൽ അതിട്ടാൽ മതി. സൂപ്പർ വളമായിരിക്കും. വളം ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നും ഇടണമെന്നില്ല, നന്നായി കിട്ടും. അപ്പോൾ അതിട്ട് മൂടി പിന്നെ അങ്ങനെ നോക്കുമ്പോൾ വേറൊരു കുഞ്ഞിക്കാച്ചിലുണ്ടായിരുന്നു കേട്ടോ അവിടെ. കുഞ്ഞിക്കാച്ചിൽ നല്ല എന്താ പറയുക, അത് ഇങ്ങനെ തോലി ഞാൻ പൊളിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല നീല കളർ. അതാണ് നമ്മൾ നീലക്കാച്ചിൽ എന്ന് പറയുന്നത്. അതിപ്പം ഞാൻ കാണിച്ചു തരാമെങ്കിലേ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ കഷ്ണം മുറിച്ചിട്ട് അതിൻ്റെ വള്ളി വരുന്ന ആ ഭാഗമല്ലേ, ആ ഭാഗം നമ്മൾ നടും. അതും നടാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പം ഞാൻ കാണിച്ച ചെറിയ വിത്തില്ലേ അതും നടാൻ പറ്റും കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, അത് രണ്ടും നടാം. ഇതിൻ്റെ കുറച്ച് അതിൻ്റെ മുകളിൽ ചമ്മിയെല്ലാം വാരിയിട്ട് മൂടിയാൽ മതി. ഇതാ കണ്ടോ, ഇത് നോക്കങ്ങൾ, ഇത് കളർ കണ്ടില്ലേ, ഇതാണ് നീലക്കാച്ചിൽ എന്ന് പറയുന്നത്. നീലക്കാച്ചിൽ അടിപൊളി സാധനമാണ്. വെള്ളേനേക്കാളും നമുക്കൊരു കളർ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നി ഈ നീലക്കാച്ചിലാട്ടോ. വെള്ളയാകുമ്പോൾ എന്ന് വെച്ചാൽ ചിലർക്കത് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ടേസ്റ്റ് എനിക്ക് തോന്നുന്നു രണ്ടും ഏകദേശം സെയിമാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെ അപ്പോൾ അത് ചുണങ്ങി അമ്മ ചെത്തുക എന്ന് പറഞ്ഞാൽ നല്ലോണം മണ്ണ് പോക്കണം കേട്ടോ. ആദ്യം ഒരു വെള്ളത്തിൽ കഴുകി ചെത്തുന്നതായിരിക്കും നന്നാകുക. ഞാനിപ്പോൾ അതങ്ങനെ ചെയ്തിട്ടില്ല, അമ്മയാണ് ചെത്തുന്നത്. അപ്പോൾ അത് നന്നായി ചെത്തി നല്ലോണം കുറേ വെള്ളത്തിൽ കഴുകുക, അല്ലെങ്കിൽ മണ്ണ് നന്നായിട്ട് പോയി കിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല മീൻ മുളേശനോ വല്ല ചിക്കൻ ഫ്രൈയോ വല്ല ബീഫ് ഫ്രൈയോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളിവിടെ മീൻ കറി ആട്ടോ ഉള്ളത്. മീൻ മുളകിട്ടതില്ലേ, അങ്ങനെയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പുഴുങ്ങുന്ന നേരത്ത് പിന്നെ തേങ്ങയും പച്ചമുളകും കാന്താരിയാണെങ്കിൽ നല്ലതാണ്. തേങ്ങയും കാന്താരിയും ചുവന്നുള്ളിയും ജീരകവും ഒക്കെ ചതുക്കിയിട്ട് നല്ലോണം മീനിൻ്റെ മുകളിലിട്ട് ചതുക്കിയിട്ടിടുക. അതായത് സൂപ്പർ ടേസ്റ്റ്. ഇത് വിറകടുപ്പിലാട്ടോ ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസുമിലാക്കുമ്പോൾ എന്താ വെച്ചാൽ അത്രയും ഇതിന് വേവുള്ളൂ, പെട്ടെന്ന് വേവും. അപ്പോൾ വെന്ത് വരുന്നൊരു സാധനം. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ആ വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഇതപ്പോൾ ഇങ്ങനെ കൊത്തി കഷ്ണങ്ങളാക്കി കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കുഞ്ഞാക്കണമെന്നില്ല, വലുതാക്കി മുറിച്ചിട്ട് കഴിഞ്ഞാലും ഇത് നന്നായിട്ട് വേവും. കാരണം വേവ് വളരെ കുറഞ്ഞൊരു സാധനമാണ് കേട്ടോ. പിന്നെ ചിലർക്ക് ഇതിൻ്റെ ചുവ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിഞ്ഞൂടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുഴുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടും. ഇതൊരു മെരട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ആരുടെടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിത്ത് വാങ്ങി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കാനുള്ളത് ആടെ തന്നെ കിട്ടും. കാരണം എന്താണെന്നറിയോ, ഇത് പോവില്ല. ഇത് പറമ്പിൽ തന്നെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ വിത്ത് വീണ് മുളച്ച് ഇത് നന്നായി കിട്ടും. നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടല്ലോ. ഇത് മെരടാടെ കുഴിച്ചിടല്ലേ വേണ്ടു. വേറൊരു വളം സാധാരണ നമ്മളെന്തെങ്കിലും ഒന്ന് നട്ട് കഴിഞ്ഞാൽ അതിന് ഒരുപാട് വളം ചെയ്യണം, അത് ഇടയ്ക്കിടയ്ക്ക് പരിപാലിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതാടെ ഇന്നൊരു ദിവസം നട്ട് കഴിഞ്ഞാൽ അത് ഒരു കൊല്ലം എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ കുഴിച്ചിട്ട് നോക്കിയാലും ചിലപ്പം ചെറിയ രീതിയിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അധികം വലുപ്പമില്ലെങ്കിലും കിട്ടും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് പൊരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ എടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. അതായത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് മണ്ണിൻ്റെ അടിയിലേക്കാണ് ഇത് പോയി കിട്ടുക. അപ്പോൾ ഞങ്ങൾ പുഴുക്കാക്കി. അപ്പോൾ വെള്ള കളർ നല്ല സൂപ്പർ പുഴുക്കാട്ടോ. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനിയിപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല മീൻ മുളേശനുണ്ട്, അതും കൂട്ടിയിട്ട് കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ ബൈ.